വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവം, ലക്ഷണം. അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണം? ഈ ഒരു 4-5 സാക്ഷ്യങ്ങൾ, 4-5 ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട്. പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമണായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമണായിട്ട് വരുന്നത്. അപ്പം നമ്മൾക്കത് ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് ഒരു സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജനറലൈസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു 3-4 സാക്ഷ്യങ്ങൾ. ആ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ്, സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ്, അതിലൂടെ ഇവർ ദൈവതിരുസന്നിധിയിൽ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അത് ഈ ഉടമ്പടിയിൽ കുറച്ച് കൂടുതലാണ്. എല്ലാ മേഖലകളിലും ഉണ്ടത്. സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. ഉടമ്പടിയിലാകുമ്പോൾ ഇതിൽ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും. ആൾ സ്നേഹത്തിൽ അങ്ങനെ വളരും. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവൽ കൂടും. പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ? മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചുമൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. മാതാവിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കാണുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും. നിങ്ങൾക്കത് അറിയാമോയെന്നറിയത്തില്ല. പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട്. പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല, ഈ കുറേ നാളിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി വിഭവപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി.